പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, സുജൂദുകൾ അധികരിപ്പിക്കലാണ്. സുജൂദ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഭാഷാ പിതാവെന്നറിയപ്പെടുന്ന അബുൽ കലാം ആസാദ് ഉണ്ടല്ലോ, അയാളോട് ചോദിച്ചത്, നിങ്ങളുടെ സുജൂദ് കൊണ്ട്, നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അബുൽ കലാം ആസാദിന്റെ മറുപടി പെട്ടെന്നാണ്, എന്റെ വീട്ടിലെ വേലക്കാരന് കാല് വെക്കുന്നിടത്ത് ഞാൻ എന്റെ തല വെക്കുന്നതാണ് സുജൂദ്. എന്റെ വീട് തുടയ്ക്കുന്നവന്, വൃത്തിയാക്കുന്നവൻ, എന്റെ വീടിന്റെ ഖാദിം, എന്റെ വീടിന്റെ സെർവന്റ്, അയാള് കാലുവെച്ചത് എവിടാ, അവിടെ ഞാൻ എന്റെ ശിരസ് വെക്കും. അതാണ് സുജൂദ്. ആരുടെ മുന്നിലും കുനിക്കാത്ത അന്തസ്സിന്റെ, ആഭിജാത്യത്തിന്റെ, ഇസ്സത്തിന്റെ തലയുണ്ടല്ലോ, നടന്നു പോകുന്ന നിലത്തു വെച്ചിട്ട് ഒരു മനുഷ്യന്റെ വൃത്തികെട്ട അവയവമാകുന്ന പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെച്ചിട്ട് പറയുന്നതെന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. നീയാണ് അത്യുന്നതൻ റബ്ബേ, നീയാണ് സർവശക്തനായ അല്ലാഹ്. ഇത് ആരെ പോലെയാണ്? നമ്മൾ സുജൂദിലേക്ക് വിടുമ്പോ, ഇന്നത്തെ ഇശാ മുതൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. സുജൂദിൽ നമ്മൾ കിടക്കുമ്പോ ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ് കിടക്കുന്നത്? ഞാൻ എന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് 2 വയസ്സുവരെ ഞാൻ കിടന്നത് പോലെയാണ് ഇപ്പൊ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാലും മുട്ടിലിഴഞ്ഞിട്ടല്ലേ സുജൂദിൽ കിടക്കുന്നത്. മുട്ടിലിഴഞ്ഞ് റബ്ബിനോട് പറയണം, എന്റെ അല്ലാഹ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നിന്റെ സഹായം അടുത്ത് തന്നെ ഉണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ രാഷ്ട്രീയം പറയാണെന്ന് ചിന്തിക്കരുത്. കോടിക്കണക്കിന് അനുയായികളുള്ള മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന സഖാവ് ലെനിൻ, കോടിക്കണക്കിന് അനുയായികളുള്ള മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ ലെനിൻ ക്ഷയരോഗം പിടിപെട്ട് അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ തളർന്നു പോവുകയാ. ആ സമയത്ത് തന്റെ ഉറ്റ സുഹൃത്താകുന്ന സഖാവ് സ്റ്റാലിന് കത്തെഴുതുകയാ. 1890 തോന്നുന്നു, നോബൽ നേടിയ അലക്സാണ്ടറിന്റെ ഏതോ ഒരു കളക്ഷനിൽ നിന്ന് ഈ കത്ത് കണ്ടെടുത്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ചിന്തിച്ചു നോക്ക്, സഖാവ് ലെനിൻ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ്. സഖാവ് സ്റ്റാലിന് കത്തെഴുതുകയാണ്, സഹോദരാ, എന്റെ ഉറ്റ സുഹൃത്തെ, എന്റെ കരളിന്റെ കഷ്ണമേ, എന്റെ സുഹൃത്തെ, എന്റെ ശരീരം ക്ഷയം വന്നിട്ട് തളർന്നിരിക്കുകയാണ്, എനിക്ക് നീ ഒരു സഹായം ചെയ്യുമോ? എന്ത് സഹായമാണ് വേണ്ടത്? എനിക്ക് ഒരു കുപ്പി വിഷം തരുമോ? മരിക്കാനാ, സഹിക്കാൻ പറ്റാത്ത വേദന. സഖാവ് സ്റ്റാലിൻ ദുഃഖത്തോടെ ഓർക്കുന്നുണ്ട്. ലെനിന്റെ കത്തെങ്ങനെയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതേ രോഗം പിടിപെട്ട കഴിഞ്ഞ നൂറ്റാണ്ടിൽ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്, മുസ്തഫ സബായി. ആ മുസ്തഫ സബായി എന്ന് പറയുന്ന മഹാപണ്ഡിതന് ഇതേ രോഗം പിടിപെട്ടു. ക്ഷയരോഗമാണ്. ഒരു വശം മുഴുവനും തളർന്നു പോയി, ഇടതുഭാഗം മുഴുവനും തളർന്ന അവശനായി. കാല് ചലിക്കുന്നില്ല, കൈ ചലിക്കുന്നില്ല, കണ്ണനങ്ങുന്നില്ല, നാവ് കുഴയുകയാണ്, ഒരു മൂക്ക് ചലിക്കുന്നില്ല. ഒരു ഭാഗം മുഴുവനും തളർന്നു കിടക്കുന്ന മുസ്തഫ സബായി തന്റെ ഉറ്റ ചങ്ങാതിക്ക് കത്തെഴുതുന്നതെന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, എനിക്ക് ക്ഷയരോഗം പിടിപെട്ടെന്റെ ഒരു ഭാഗം തളർന്നിരിക്കുകയാണ്, പക്ഷെ 2 ഭാഗവും തളർത്താൻ കഴിവുള്ള അല്ലാഹ് എന്റെ ഒരു ഭാഗമല്ലേ തളർത്തിയുള്ളൂ. അൽഹംദുലില്ലാഹ്. മുസ്തഫ സബായിക്ക് ഉണ്ടായത്, സഖാവ്, കോടിക്കണക്കിന് ആളുകളുടെ നേതാവായ സഖാവ് ലെനിനില്ലാതെ പോയ ഒന്നുണ്ട്. അത് വാരിയെല്ലിന്റെ ഉള്ളിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വിശുദ്ധമായ കലിമയാണ്. എത്ര നമ്മുടെ ഉള്ളിൽ ഈമാൻ വർദ്ധിക്കുമോ അത്രയും പരീക്ഷണങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഒരു ചെറിയ ഉണർത്തൽ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ, ജീവിതത്തിൽ ഹൻസ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ചരിത്രങ്ങൾ ഞാൻ കുറച്ചു പറയാൻ പരമാവധി ശ്രമിക്കുകയാണ്. ഹൻസ എന്ന് പറയുന്ന പെണ്ണ് ജീവിതത്തിൽ അവളുടെ ബാപ്പ ഒരു കല്യാണം കഴിച്ച് അതിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പയിലൂടെ ഒരു സഹോദരനുണ്ടായി, പേര് സക്കർ എന്നാണ്. ഈ സക്കർ എന്ന സഹോദരൻ തന്റെ കളിക്കൂട്ടുകാരനായി. ഹൻസ എന്ന് പറയുന്ന പെണ്ണിന് സക്കർ വല്ലാത്ത അടുപ്പക്കാരനായി. വാപ്പയുടെ മകനാണ്, വാപ്പോത്ത സഹോദരനാണ്. പക്ഷേ ജീവിതത്തിന്റെ കളിക്കൂട്ടുകാരനായ സക്കർ ഒരിക്കൽ പെട്ടെന്ന് പനി ബാധിച്ചിട്ട് മരിച്ചു. അത് സഹിക്കാൻ പറ്റാതെ വന്ന ഹൻസ കരഞ്ഞു. കരയുക മാത്രമല്ല, ഹൻസ മുടി വാരി പിരിത്തിട്ടു.
കൗമാരത്തിലേക്ക് അടുക്കുന്ന സമയം ആ പ്രിയപ്പെട്ട ഹൻസ മുടിവാരി പിരുത്തിട്ട് അഴിച്ചിട്ട കാർക്കൂന്തലുകളുടെ ഇടയിൽ ഭ്രാന്തികളെ പോലെ കവിത എഴുതി തന്റെ സക്കറിനു വേണ്ടിയിട്ട്, തന്റെ സഹോദരൻ സക്കർ മരിച്ചുപോയ വേദന സഹിക്കാൻ പറ്റാതെ ആ പ്രിയപ്പെട്ട ഹൻസ കരയാൻ തുടങ്ങി. ഹൻസ വളർന്നു, കരച്ചിലും മാറി, ഭ്രാന്തമായ മനസ്സു മാറി, അവളുടെ മനസ്സ് പാകപ്പെട്ടു തുടങ്ങി. അവസാനം ഹൻസായുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു കാമുകനുണ്ട്, പേര് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മനസ്സിലാക്കി അവസാനം ഇസ്ലാമിന്റെ അനുയായിയായി മാറി. ആ ഹൻസ വിവാഹിതയായി 4 ആൺമക്കളെ അള്ളാഹു സമ്മാനിച്ചു. ഖാദിസിയ യുദ്ധം നടക്കുമ്പോ ഭർത്താവില്ല, 4 പൊന്നുമക്കൾ മാത്രമാണ് ഹൻസാക്കുന്നുള്ളത്. ആ ഹൻസ 4 മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമക്കളെ നിങ്ങൾ പെട്ടെന്ന് കുളിച്ചിട്ട് വാ. ആ കുളിക്കാൻ പോയ പൊന്നുമക്കളോട് പറഞ്ഞു, മക്കളെ ഇത് സാധാരണ കുളിയല്ല, നിങ്ങൾ നന്നായിട്ട് നീയത്ത് വെക്കണം, ഇത് മയ്യത്ത് കുളിയാ. 4 മക്കളും ഉമ്മ പറഞ്ഞതുപോലെ മയ്യത്ത് കുളി കഴിഞ്ഞിട്ട് വന്നു. ആ 4 മക്കളുടെ നേരെയും വെള്ളത്തുണി നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ ഇത് കഫൻ പുടവയാ, ഈ മക്കളെ കഫൻ പുടവ വാങ്ങി ധരിക്കുകയാ. എന്നിട്ട് ഉമ്മ നന്നായിട്ട് അപ്പർ തേച്ചു കൊടുക്കുകയാ 4 മക്കൾക്കും. എന്നിട്ട് ആ ഉമ്മ 4 മക്കളോടും പറഞ്ഞു, പൊന്നുമക്കളെ മാ ഹിന്ദു അബാക്കും, വല്ലാഹി ഞാൻ നിങ്ങളുടെ വാപ്പായെ ചതിച്ചിട്ടില്ല, നിങ്ങൾ 4ഉം ഒരു വാപ്പയുടെ മക്കൾ തന്നെയാ. ഈ പാവപ്പെട്ട ഹൻസ എന്ന ഉമ്മ പറയാ, മക്കളെ നിങ്ങൾ ഖാദിസിയ രണഭൂമിയിലേക്ക് പോയാൽ പടച്ചവനാണ്, തിരിച്ചു വരരുത്, നിങ്ങൾ ഈ രണാങ്കണത്തിൽ നിന്ന് തിരിച്ചു വരരുത്, മക്കളെ നിങ്ങൾ ധീരമായി പോരാടണമെന്ന് പറഞ്ഞു. ഹൻസ റളിയല്ലാഹു തആല അൻഹ ആ 4 മക്കളെയും രക്തസാക്ഷികളാകാൻ വേണ്ടിയിട്ട് ഖാദിസിയ രണഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് ദുആരക്കുന്നു, പടച്ച റബ്ബേ എന്റെ 4 മക്കളെയും നീ ഷഹീദാക്കണേ അല്ലാ, ഒരു മോനെ പോലും എനിക്ക് നീ തിരിച്ചു തരല്ലേ റബ്ബേ. മക്കളോടുള്ള ഏതെങ്കിലും ദേഷ്യത്തിന്റെ പേരിലല്ല, മക്കളെ ജീവിച്ച് കൊതി തീർന്നതിന്റെ പേരിലല്ല, നാളെ പടച്ചവന്റെ കോടതിയിൽ കിട്ടുന്ന സമ്മാനത്തിന്റെ ആ ഒരു വലിയ പ്രസന്റേഷന്റെ ആ ഒരു കാര്യം പ്രസന്റായി തന്റെ മനസ്സിൽ വന്നപ്പോൾ ആ പ്രിയപ്പെട്ട മാതാവിനുണ്ടായ ഒരു വികാരത്തിന്റെ തീഷ്ണമായ ഒരു ജ്വാലയുടെ പ്രതീകമാണ്, ജാജ്വല്യതയാണ് ആ ഉമ്മയുടെ ദുആയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവസാനം 4 മക്കളും രക്തസാക്ഷികളായി. പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ വന്നിട്ട് ആരോ സങ്കടത്തോടെ പറഞ്ഞു, ഹൻസ നിങ്ങളുടെ 4 മക്കളും ഷഹീദായി. ആ സമയത്ത് 2 കരങ്ങൾ വീണ്ടും ഉയർത്തുകയാ റബ്ബിലേക്ക്. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നാളെ സ്വർഗ്ഗത്തിൽ 4 ശുഹദാക്കളുടെ ഉമ്മയായി നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ. ഇതിനപ്പുറം ഈ പാവപ്പെട്ട ഹൻസയ്ക്ക് നീ എന്തായി ദുനിയാവിലും ആഖിറത്തിലും തരേണ്ടത്? ഞാൻ കൃതാർത്ഥയാണ് തമ്പുരാനെ എന്ന് പറയാൻ ഹൻസയ്ക്ക് കഴിഞ്ഞത്. ഏത് ഹൻസ? തന്റെ സഹോദരനാകുന്ന സക്കർ മരിച്ചപ്പോൾ ഭ്രാന്തിയായി മുടിവാരി പിരുത്തിട്ട ആ ഹൻസയിൽ നിന്ന് 4 മക്കളെ ഷഹീദാക്കാൻ കഴിഞ്ഞ ഹൻസാക്ക് മനസ്സിനകത്ത് തോന്നിയ ആ വികാരം അന്നില്ലാത്ത ഒന്ന് ഹൻസയ്ക്ക് ഇപ്പമുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്കതുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ ഏറ്റവും നല്ല കഞ്ചാവിന്റെ ലഹരിയോടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. കഞ്ചാവിന്റെ ലഹരിയേക്കാൾ വലിയ ലഹരിയായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും പരീക്ഷണങ്ങൾ. വീണ്ടും വീണ്ടും ചോദിക്കും, നീ താ പടച്ചവനെ, പരീക്ഷണങ്ങൾ താ അല്ലാ. എത്ര ചരിത്രങ്ങളാ നമുക്ക് പറയാൻ സമയമില്ല. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ഇന്നി ഖരീബ്. അല്ലാഹു പരീക്ഷണങ്ങൾ തന്നാൽ അവന്റെ സഹായം നസ്റുല്ലാഹി ഖരീബ്. ഇനി മൂന്നാമത് എന്താ പറഞ്ഞെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം ഇനി അരമണിക്കൂറുടെയാണ് പ്രസംഗത്തിന്റെ ടൈം ഉള്ളത്. ഇൻഷാ അല്ലാഹ് വളരെ സുപ്രധാനമായ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ സമാപനമാണ്. ഒരാളും ഇൻഷാ അല്ലാഹ്, ഞാനും ആതിഥേയനാണ്, നിങ്ങളും ആതിഥേയരാണ്. ഇതിലിപ്പോ അതിഥി ആരെന്നുള്ളതിലാണ് ഇപ്പൊ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ശഅബാൻ മാസത്തിന്റെ രാവാ. അത് വലിയൊരു മഹലായ ഫദ്ൽ അല്ലാഹു നമുക്ക് തന്നതാ. ഒരു വർഷക്കാലത്തെ നമ്മുടെ ബജറ്റ് അവതരണം നടക്കാൻ പോവാം. നിയമസഭയിൽ ബജറ്റ് അവതരണം നടന്നാൽ നമ്മൾ കൃത്യമായി ചാനലുകൾ മാറ്റി മാറ്റി എന്തിന് സിഗരറ്റിന് വില കൂടിയോ, കള്ളിന് വില കൂടിയോ, കഞ്ചാവിന് വില കൂടിയോ, തുണിക്ക് വില കൂടിയോ എന്നൊക്കെ നോക്കി നമ്മൾ ഇരിക്കാറുണ്ട്. അത് ബജറ്റ് അവതരണം നൈമിഷികമായ ഏതെങ്കിലുമൊക്കെ 2-3 വർഷത്തെ ഒരു ബജറ്റ് അവതരണമായേക്കാം. അതല്ലെങ്കിൽ പ്രതിപക്ഷം അതിന് ഇടപെട്ടുകൊണ്ട് അതിനെ തിരുത്താനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന ബജറ്റ് അവതരണത്തിന് നമ്മൾ വലിയ മുഖ്യമായി കാണുമെങ്കിൽ ഇതാ ഈ രാത്രി ഒരു കൊല്ലത്തെ ബജറ്റ് അവതരണം നടക്കാൻ പോവാൻ. ഒരൊറ്റ വർഷത്തെ ഈ രാത്രി തീരുമാനിക്കുകയാണ് അടുത്ത ശഅബാൻ മാസത്തിന്റെ 15-ന് മുമ്പ് ആരൊക്കെ പനവൂരിന്റെ ഖബർസ്ഥാനിൽ മറമാടപ്പെടുമെന്ന്. സജീർ ഫൈസിയുടെ ഉമ്മ മരിച്ചിട്ട് 5 ദിവസമാണ്. കഴിഞ്ഞ ശഅബാൻ മാസത്തിൽ ആ ഉമ്മക്ക് എഴുതി വെച്ചിരുന്നു, അടുത്ത ശഅബാനിന് മുമ്പ്
അടുത്ത ബജറ്റ് അവതരണത്തിന് മുമ്പ് നിങ്ങൾ ഖബറിലേക്ക് പോകുമെന്ന്. അത് അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ തീരുമാനമാണ്. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ചായയും ബിസ്ക്കറ്റും അത് കഴിഞ്ഞ ശഅബാൻ മാസത്തിന്റെ രാവിലെ അള്ളാഹു എഴുതിയതാണ്. 3 യാസീൻ ഓതിയ കൂട്ടത്തിൽ ഒരു യാസീന്റെ പവറാണ് ഇന്ന് കയ്യിൽ കിട്ടിയ ബിസ്ക്കറ്റും ചായയും. കാരണം എന്താ? അത് ബജറ്റ് അവതരണമാണ്. ഇനിയിപ്പോ അടുത്ത വർഷത്തേക്കുള്ള ഇന്ന് രാത്രിയിലാ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ദുആറക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ചോദിക്കുന്നവൻ ആരും ആവട്ടെ, പക്ഷെ ഇരിക്കുന്നവരൊക്കെ ശ്രേഷ്ഠതയുള്ളവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒത്തിരി ദുആറക്കാനുണ്ട്. അത് കഴിഞ്ഞേ പോകാവൂ. മൂന്നാമതായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത്, നമ്മൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ അനുസരിച്ചാൽ അവന്റെ സഹായം നമുക്ക് അടുത്താണ്. അനുസരിക്കാൻ നമുക്ക് കഴിയണം. താൽക്കാലികമായി നമുക്കതൊരു വിഷമമായി നമുക്ക് തോന്നിയേക്കാം. നോക്ക്, അള്ളാഹുവിന്റെ ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ട സഹാബത്തിനെയും ജന്മനാട്ടിൽ നിന്ന്, പിറന്ന നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. എത്ര വർഷം? 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോകുന്നു. 53 വർഷം മദീനയിൽ, മക്കയിൽ ജീവിച്ച് 53 വർഷത്തെ മക്ക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. വളരെ രസകരവും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വലിയ യാത്രയുടെ മടങ്ങിവരവ് നടക്കാൻ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അള്ളാന്റെ ഹബീബിന്റെ വയസ്സ് 53 ആണ്. 53 വയസ്സ് കഴിഞ്ഞു. മക്കയിൽ നിന്ന് പോയി മക്കയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. പിറന്ന നാടാണ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ വെച്ച് നോക്കിയാൽ പനവൂരുള്ള നമ്മളെല്ലാവരും കൂടി ഏകദേശം കണ്ണൂർ കഴിഞ്ഞ് കാസർഗോഡിനിടയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, നമ്മളിപ്പോൾ ചെറുപറ്റൂരോ നീലേശ്വരത്തോ അല്ലെങ്കിൽ അങ്ങ് അറ്റം പോയാൽ ഇനി കാസർഗോഡ് തന്നെ വെച്ചോ, തിരുവനന്തപുരത്തുള്ള നമ്മൾ കാസർഗോഡ് ആട്ടി ഓടിക്കപ്പെട്ടു. കാസർഗോഡിലേക്ക് പോയി. നമ്മുടെ ഇവിടുത്തെ കഷ്ടപ്പാട്, വാഹനങ്ങൾ, വീട്, കച്ചവടങ്ങൾ, കടകൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഈ തിരുവനന്തപുരത്താണ് ഉള്ളത്. നമ്മൾ കാസർഗോഡുമാണ് ഉള്ളത്. ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ അന്നില്ല. 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അവിടെ ചെന്ന് വർഷങ്ങൾ കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു, 2-ാം വർഷം ബദർ, 3-ാം വർഷം ഉഹദ്, 4-ാം വർഷം ബദർ സുഗ്റ, 5-ാം വർഷം അവിടെ കഴിഞ്ഞു. 6-ാം വർഷം എത്തിയപ്പോൾ അള്ളാന്റെ ഹബീബ് ഒരു സ്വപ്നം കാണുകയാണ്. ശ്രദ്ധിക്കും, 3-ാമത്തെ കാര്യമാണ് പറയുന്നത്. വളരെ ഗൗരവത്തോടുകൂടി, ഈ 2 കാര്യം കേട്ടതിനേക്കാൾ അതീവ ഗൗരവത്തോടുകൂടി നമ്മൾ കേൾക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് കിടന്നുറങ്ങുമ്പോൾ, കാരണം ഇന്ന് മക്ക വിട്ടു വന്നിട്ട് 6 വർഷം പൂർത്തിയാവുകയാ. മക്കയെന്ന ജന്മനാട്, പിറന്ന നാട്, പിച്ചവച്ച നാട്, ഓടിച്ചാടി കളിച്ച നാട്, ആ നാട്ടിൽ നിന്നിതാ ഓടിക്കപ്പെട്ട് 6 വർഷം കഴിയുകയാണ്. അള്ളാന്റെ ഹബീബിരാ സ്വപ്നം കാണുകയാണ്. എന്ത് സ്വപ്നമാണെന്നറിയോ? 1500ഓളം വരുന്ന അനുചരന്മാര് മൊത്തതാ ഉംറ ചെയ്യുന്നതായി, ഉംറ നിർവഹിക്കുന്നതായി സ്വപ്നം കാണുകയാ. ചാടി എഴുന്നേറ്റ് സഹാബത്തിനോട് പറഞ്ഞ, സഹാബാ, നമുക്ക് പോയാലോ? മക്കയിലേക്ക് പോയി നമുക്കൊന്ന് ഉംറ ചെയ്താലോ? സഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. കാരണം എന്തെന്നറിയോ? 6 വർഷം കഴിഞ്ഞു മക്കളെ കണ്ടിട്ട്, പലരും 6 വർഷം കഴിഞ്ഞു മാതാപിതാക്കളെ കണ്ടിട്ട്, പലരും ജന്മനാട്, വീട്, പിറന്ന നാട്, ഓടിച്ചാടി കളിച്ച നാട് ഇത് കണ്ടിട്ട് 6 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം അല്ലാഹുവിന്റെ കഅബ ശരീഫ് കാണാമല്ലോ, ഒന്ന് ഉംറ ചെയ്യാമല്ലോ. പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കപ്പെടാൻ, ഉംറ ചെയ്യാനുള്ള മോഹം അവർക്ക് മനസ്സിലുണ്ടല്ലോ. ആ നിലയിൽ ഉംറ ചെയ്യാൻ വേണ്ടി 6-ാം വർഷത്തിൽ മദീനയിൽ നിന്നവർ ഇഹ്റാം കെട്ടുകയാ. 1500ഓളം വരുന്ന സഹാബാക്കളോടൊത്ത് ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ മക്കയുടെ ബൗണ്ടറിക്ക്, ഹറമിന്റെ ബൗണ്ടറിക്ക് വെളിയിലാണ്. ഇനി ഇതിനകത്ത് കയറണമെങ്കിൽ അനുവാദം വേണോ? ഓടിച്ചെന്ന് അനുവാദം വാങ്ങാൻ ആരെയാണ് വിട്ടതെന്നറിയോ? തന്റെ 2 പൊന്നുമക്കളെ കല്യാണം കഴിച്ച റുഖയ്യായ ഉമ്മു കുൽസുവിനെ കല്യാണം കഴിച്ച മഹാനായ സയ്യിദുനാ ഉസ്മാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3-ാമത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത അമരക്കാരൻ, ഒരു ഭൗതിക സാമ്രാജ്യത്തിന്റെയും രണ്ട് ആത്മീയ സാമ്രാജ്യത്തിന്റെയും 2 ഭൗതിക സാമ്രാജ്യത്തിന്റെയും അധിപനായി വാണരുളിയ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, അന്ന് റസൂലുള്ളാഹിന്റെ സഹാബിയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സതീർത്ഥ്യനാണ്. റസൂലുള്ളാഹിനോടൊപ്പം എവിടെയും പോകുന്നയാളാണ്. മക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉസ്മാനോടാണ്. നബി തങ്ങളോടൊക്കാൾ സ്നേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാനോടയാ. അതുകൊണ്ട് ഉസ്മാൻ തങ്ങൾ
തങ്ങളെ വിളിച്ചിട്ട് ഹുദൈബിയയിൽ വെച്ചിട്ട് റസൂലുള്ള പറയുകയാണ്, ഉസ്മാനേ, മക്കയിൽ ചെന്നിട്ട് അവരോട് ചോദിക്കണം, ഞങ്ങൾ നിരായുധരാ, ഞങ്ങളുടെ കയ്യിൽ വാളുകളില്ല, ഞങ്ങളുടെ കയ്യിൽ പരിചകളില്ല, ഞങ്ങളുടെ കയ്യിൽ പടയങ്കികളില്ല, പടക്കോപ്പുകളില്ല, ഞങ്ങൾ വന്നത് ലക്ഷ്യം ഉംറ ചെയ്യലാണ്, അല്ലാതെ ആരെയും ഉപദ്രവിക്കാൻ ഞങ്ങൾ വന്നതല്ല, ആരോടും ഞങ്ങൾക്ക് വൈരാഗ്യമില്ല, ആരോടും ഞങ്ങൾക്ക് ദേഷ്യമില്ല, ഈ അനുവാദം ഒന്ന് വാങ്ങിത്തരണമെന്ന് ഉസ്മാൻ തങ്ങളെ പറഞ്ഞു വിടുമ്പോ മക്കക്കാർ അനുവാദം കൊടുക്കുമെന്ന് ന്യായമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുതുകയാ. ഓടി വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടുത്തെ ഒരുപാട് ഫാസിസ്റ്റുകളോട് ചോദിച്ചു, അവിടുത്തെ സവർണ തമ്പുരാക്കന്മാരോട് ചോദിച്ചു, ഞങ്ങൾ വന്നത് ഉംറ ചെയ്യാനാണ്, വന്ന് തഹല്ലുലായി ഞങ്ങൾ അങ്ങ് പൊക്കോളാ, ഞങ്ങൾ 7 തവാഫ് കഴിഞ്ഞ് 2 റക്അത്ത് മഖാം ഇബ്രാഹിമിനെ നിസ്കരിച്ച് ഞങ്ങൾ സഫാ മർവയുടെ ഇടയിൽ സഈ ചെയ്തിട്ട് ഞങ്ങൾ തഹല്ലുലായി ഞങ്ങൾ അങ്ങ് പൊക്കോളാം, ഒരു ഉപദ്രവത്തിനും ഞങ്ങൾ വന്നതല്ല. ആ സമയത്ത് പറഞ്ഞ്, പറ്റൂല ഉസ്മാനെ, പറ്റൂല, നിങ്ങളെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചതാണ്, ഇനി നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. ഉസ്മാൻ തങ്ങളെ കാലിൽ വീണ് യാചിക്കുകയാണ്, അനുവാദം തരണേ, അവർക്ക് കൂടി കഅബ കാണാൻ. അല്ലാഹുവിന്റെ ഹബീബ് കഅബാലയം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരാണല്ലോ. കഅബ കാണാൻ കഴിയാതെ ഹുദൈബിയയിൽ വന്നിട്ട് നിൽക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് കിട്ടിയ സൗഭാഗ്യമെങ്കിലും എന്റെ മുത്തിന് കിട്ടണ്ടേ, ഈ കഅബ ഒന്ന് കാണാനെങ്കിലും എന്റെ റസൂലിനെ ഒന്ന് അനുവദിക്കുമോ? ഇല്ല, നീ പൊയ്ക്കോ. ഇത് പറയുന്നതിനിടയിൽ ഉസ്മാൻ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് ഹുദൈബിയയിലുള്ള 1499 പേർക്ക് വിവരം കിട്ടുകയാ. ഉസ്മാൻ തങ്ങൾ കൊല്ലപ്പെട്ടു. അംബാസഡർ കൊല്ലപ്പെടുന്നത് ന്യായീകരിക്കാൻ പറ്റില്ല, ദൂതൻ കൊല്ലപ്പെടുന്നത് ന്യായീകരിക്കാൻ പറ്റില്ല. ഉടനെ റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു, എന്റെ ഉസ്മാനെ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ കൈ നീട്ടുന്നു, നിങ്ങൾ വന്ന് കയ്യിലടിച്ച് സത്യം ചെയ്യുമോ? ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് റസൂലുള്ള ചോദിക്കുന്നു, എന്തു വന്നാലും നമ്മുടെ കൂടപ്പറപ്പിനെ കൊന്ന അവരോട് പക വീട്ടാനല്ലാതെ ഇനി ഒരു തീരുമാനത്തിലും നമ്മൾ പിന്നോട്ടില്ല, കയ്യിലടിക്കുമോ? 1498 പേരും അന്ന് കയ്യിലടിക്കുകയാ. 1499 ആള് ഉസ്മാൻ മക്കയിലാ. അള്ളാന്റെ ഹബീബ് 1500 വ്യക്തിയാ. 1498 പേരും അന്ന് കയ്യിലടിച്ച് സത്യം ചെയ്യുകയാ. അള്ളാഹുവിന്റെ ഹബീബ് സത്യം വാങ്ങി ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് നേടുകയാ. അവർക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ? ഇതിനാണ് ബൈഅത്തുർ റിദ്വാൻ എന്നറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, ബദരീങ്ങളെ കഴിഞ്ഞാൽ ഉഹദീങ്ങളെ കഴിഞ്ഞാൽ ബൈഅത്തുർ റിദ്വാന്റെ ആളുകളാണ് ശ്രേഷ്ഠതയുള്ള സഹാബാക്കള്. ഈ 1408 ആളുകളും ബൈഅത്ത് ചെയ്തപ്പോൾ അതാ വരുന്നു ആരാ? സയ്യിദുനാ ഉസ്മാൻ. കൊല്ലപ്പെട്ടില്ല. ഉസ്മാൻ തങ്ങൾ വരുന്നതിന് മുമ്പ് ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി റസൂലുള്ള ബൈഅത്ത് ചെയ്യുകയാ. അത്ഭുതമേ, ലോകാത്ഭുതമേ! വീട്ടിനകത്തേക്ക് ഇരച്ചു കയറിയിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ തങ്ങളെ താടി വലിച്ചു പിടിച്ചിട്ട് ആ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ വെട്ടി പീസാക്കി കൊന്നുകളഞ്ഞ കാപാലികന്മാര്, ഈ സമുദായത്തിന്റെ അകത്തുള്ള കാപാലികന്മാര്, അവരറിയാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടല്ലോ. അള്ളാന്റെ ഹബീബ് തന്റെ വലത് കൈ നീട്ടിയിട്ട് അടിക്കൂ സഹാബ എന്ന് പറഞ്ഞപ്പോ 1498 പേരും ബൈഅത്ത് ചെയ്യുമ്പോ റസൂലുള്ള നീട്ടിക്കൊടുത്ത റസൂലുള്ളാന്റെ കയ്യാ. ഉസ്മാൻ തങ്ങൾ ബൈഅത്ത് ചെയ്യാനില്ലല്ലോ, ഇത് വലിയ പദവിയാണല്ലോ. ഏതു പദവി? ആയത്ത് അതാ അവതരിപ്പിക്കപ്പെടുകയാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. സൂറത്തുൽ ഫത്ഹിന്റെ 18ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയ പ്രതിഫലമുണ്ടോ? 1498 പേർക്കും ആ പ്രതിഫലം കിട്ടി. പക്ഷെ എന്റെ പൊന്നാര ഉസ്മാൻ അത് കിട്ടിയില്ലല്ലോ. അള്ളാന്റെ റസൂലല്ലേ, കാരുണ്യത്തിന്റെ ഹോൾസെയിൽ ഡീലർ, കരുണയുടെ അംബാസഡർ മുത്തുനബിയല്ലേ, കാരുണ്യത്തിന്റെ ട്രാൻസ്ഫോർമർ അല്ലേ മുത്തു റസൂല്. അവിടെ നിന്ന് വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ, ഇതെന്റെ ഉസ്മാന്റെ കൈയാണ്. ഏത് കയ്യാ? ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച കൈയുണ്ടല്ലോ. അല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് ഖാബ ഖൗസൈനിയുടെ ബന്ധം സ്ഥാപിച്ച റിസാലത്തിന്റെ വലത് കൈയുണ്ടല്ലോ.
ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ വാതിൽക്കൽ മുട്ടാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു ഹാദിഹി യദു ഉസ്മാൻ, ഇതെന്റെ ഉസ്മാന്റെ കൈയാണ്. രണ്ടാമത്തെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു ഹാദിഹി യദി, ഇതെന്റെ കൈയാണ്. എന്നിട്ട് രണ്ട് കൈയും രണ്ട് കൈയും കൂട്ടി അങ്ങ് പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു ഹാദിഹി ബൈഅത്തു ഉസ്മാൻ, ഇതെന്റെ ഉസ്മാന്റെ ബൈഅത്താണ്. ഓട്ടോമാറ്റിക്കായി 1499 ഉസ്മാനും ആടാവുകയാ. സഹോദരങ്ങളെ, ബൈഅത്തിൽ റിദ്വാനിൽപ്പെട്ട സഹാബിയായി മാറി. അങ്ങനെ ഈ 1499 പേരടങ്ങുന്ന സഹാബാക്കളെ ബൈഅത്തുൽ റിദ്വാനിന്റെ തഹത്ത ശജറ, വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് നടത്തിയ ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയുന്ന മഹത്തായ ഈ സംവിധാനത്തിന്റെ കൊടക്കീഴിലെത്തുകയാ. ഉസ്മാൻ തങ്ങളെ തിരിച്ചു വന്നു. അള്ളാന്റെ ഹബീബിനും സഹാബത്തിനും സന്തോഷമായി. അവര് പറഞ്ഞു, ഇതാ ഉസ്മാൻ തങ്ങളെ കൊല്ലപ്പെട്ടെന്ന വാർത്ത അറിഞ്ഞ ഞങ്ങൾ പ്രശ്നത്തിന് വേണ്ടി ബൈഅത്ത് ചെയ്ത കാര്യം മക്കക്കാരറിഞ്ഞു. അവരിനി ഞങ്ങളെ വെച്ചേക്കൂല. കാരണം 4 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ബദർ അവരുടെ മനസ്സിലുണ്ട്, 3 കൊല്ലം മുമ്പ് നടന്ന ഉഹദ് അവരുടെ മനസ്സിലുണ്ട്, 2 കൊല്ലം മുമ്പ് നടന്ന ബദർ സൂറയും അവരുടെ മനസ്സിലുണ്ട്. അവര് പറഞ്ഞു, മുഹമ്മദും കൂട്ടരും തുനിഞ്ഞിറങ്ങിയാ നമ്മൾ ധൂമധൂളി തന്നെ, അതുകൊണ്ട് പോകാം, നമുക്ക് ചെന്നൊരു കോംപ്രമൈസ് ആകാം. അങ്ങനെ ഹുദൈബിയ സന്ധിയിലേക്ക് വരികയാണ്. ഹുദൈബിയ എന്ന് പറയുന്ന കൊച്ചു നാട്ടിലേക്ക് എത്തുകയാ. വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, മുഹമ്മദ് പ്രശ്നമുണ്ടാക്കരുത്, നിങ്ങൾ കുഴപ്പം കാണിക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഇനി 10 വർഷത്തേക്ക് നമ്മൾ തമ്മിൽ യുദ്ധമില്ല. ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി കുത്തിപ്പിളർന്നാലും സാഗരങ്ങൾ കരയിലേക്ക് ഇരച്ചു കയറിയാലും ഇനി ഞങ്ങൾ തമ്മിൽ യുദ്ധമില്ല. പിന്നെ ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്. രണ്ടാമത്തെ എടുത്തെന്തെന്നറിയോ, സന്ധിയതെന്നറിയോ, ഇപ്പൊ നിങ്ങൾ പോകണം. അവരുടെ ദുഷ്പ്രഭുത്വത്തിന്റെ, പ്രമാണിത്വത്തിന്റെ, ദുർഭരണത്തിന്റെ, ഏറ്റവും വലിയ ദുരഭിമാനത്തിന്റെ ചിത്രമാണത്. അവര് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ വരരുത്, ഇപ്പൊ നിങ്ങൾ മടങ്ങിപ്പോകണം. അടുത്ത കൊല്ലം നിങ്ങൾക്ക് വരാം. ഹിജറ 7 അതും വന്നു. ഉംറത്തുൽ ഖളാ എന്നറിയപ്പെടുന്നു അതിന്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ശരി 10 വർഷം യുദ്ധമില്ല, ശരി, സന്തോഷമായി. സഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ നിങ്ങൾ ഇനി കേട്ടോളീ. അവൻ പറഞ്ഞു, ഇപ്രാവശ്യം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ അവസരമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിങ്ങൾ എന്തായി പറയുന്നേ? ഞാൻ പോകാം, യവന്മാരെ ഇപ്പൊ ഞാൻ വെട്ടിക്കൊന്നേക്കാം. പലരും വല്ലാതെ വിക്ഷുബ്ധരായി. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു, മിണ്ടരുത് വാന റസൂലുള്ളാ, ഞാൻ പറയുന്നത് അനുസരിച്ചോളണം, മിണ്ടരുത്. പലരും നമ്മളാണെങ്കിൽ പറയും, ഇതെന്തൊരു നേതാവ്, പേടിത്തൂറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കി വിടാനല്ലേ ശ്രമിക്കൂ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഅന റസൂലുള്ളാ, ഞാൻ അള്ളാന്റെ ദൂതനാണ്, ഞാൻ അള്ളാന്റെ ദൂതനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. എന്താ സന്ധി കരാർ? എന്താണ്? 10 വർഷത്തേക്ക് യുദ്ധമില്ല. 1. 2, ഈ വർഷം പോകണം, അടുത്ത വർഷം വന്നോ, മക്ക തുറന്നു തരാം, നിങ്ങൾ ഉംറ ചെയ്തോ, ഉടനെ പോകണം, 3 ദിവസം അനുവാദം തരും, മതി. 2. മൂന്നാമത്തത് എന്താ? മക്കേന്ന് അങ്ങോട്ട് ആരെങ്കിലും വന്നാൽ തിരിച്ചു വിടണം, മദീനേന്ന് ആരെങ്കിലും തിരിച്ച് ഞങ്ങടുത്ത് വന്നാൽ തിരിച്ചു വിടൂല. ഉമർ തങ്ങൾ പറഞ്ഞു, നബി അത് എന്ത് ഏർപ്പാടാ, അത് സമ്മതിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിണ്ടാതിരിക്കുവാന റസൂലുള്ളാഹ്. പിൽക്കാലത്ത് അത് മനസ്സിലായി. എന്താണെന്നറിയോ, എടാ മദീനയെന്ന് ഒരുത്തം മക്കയിൽ പോകണമെങ്കിൽ മുർത്തദ്ദാവണം, പിന്നെ അവൻ അമ്മക്കെന്തിന്? അതാണ് ദീർഘവീക്ഷണം. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മദീനയെന്ന് ആര് പോയാലും തിരിച്ച് ഞങ്ങൾക്ക് വേണ്ടടോ, നിങ്ങൾ എന്നെ എടുത്തോ. മക്കേന്ന് ആര് വന്നാലും തിരിച്ചു വിട്ടേക്കാം. അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ലേ, പിന്നെ അവനെ നമ്മളെ ചുമക്കുന്ന എന്തിനാ? ഇനി ഹിദായത്ത് കൊടുത്ത് അവന്റെ ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായാലോ, തിരിച്ച് മക്കയിലേക്ക് വന്നാൽ നിങ്ങൾ സെറ്റോടെ മദീനയിലേക്ക് വന്ന് ബൈഅത്ത് ചെയ്യും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അത് ഞാൻ അംഗീകരിച്ചു. ഉമർ തങ്ങൾക്കൊക്കെ ദേഷ്യം വന്നു. ഇത്രയും പറഞ്ഞിട്ട് ശരി, നമുക്കിനി എഴുതാം. ആരാ എഴുതേണ്ടത്? അള്ളാന്റെ റസൂല് ഉമ്മിയാണ്, എഴുത്തും വായന അറിയില്ല. ആരെഴുതും? വിഷയം അവിടെയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എഴുത് അലിയെ, എഴുത്. അലി റളിയല്ലാഹു അൻഹു എഴുതി, മിൻ അബ്ദില്ലാഹി മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫ്രം ടു എഴുതി. മക്കയിലെ ഖുറൈശികൾ, മക്കക്കാര് പറഞ്ഞു പറ്റില്ല. ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ, മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല, അത് ഓക്കെ. പക്ഷെ അതിനുശേഷം പറഞ്ഞ റസൂലില്ല, അത് പറ്റില്ല. അതെന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ച പിന്നെ ഈ വിഷയം ഇവിടെ ഇല്ലല്ലോ. നീ റസൂലുള്ളാഹിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സില്ലടോ. അള്ളാന്റെ റസൂല് പറഞ്ഞ അലി അത് മാറ്റി.
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ, എന്നെ കൊന്നാലും ഞാനത് മാറ്റൂല. റസൂലുള്ളാഹി എന്ന വാക്ക് മാറ്റാൻ എന്റെ കരങ്ങൾക്ക് ശക്തിയില്ല, ഞാനത് മാറ്റൂല. എന്റെ ജീവൻ വെടിഞ്ഞാലും ഞാനത് മാറ്റൂല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, കാണിക്ക് ഏതായി റസൂലുള്ളാഹി എന്ന് എഴുതിയത്? കാരണം വായിക്കാറില്ലല്ലോ അള്ളാന്റെ ഹബീബിന്. അലി തങ്ങൾ വെച്ചു കൊടുത്തു, ഇതാ അള്ളാന്റെ റസൂൽ മാച്ചു. എന്നിട്ട് പറഞ്ഞു, വഅന റസൂലുള്ളാഹ് വഅന അബ്ദുല്ലാഹ് വഅന ഹബീബുല്ലാഹ് വഅന ഖൈറു ഖൽഖില്ലാഹ് എന്നും പറഞ്ഞു റസൂലുള്ളാഹി അവിടെ നിന്ന് ഒരൊറ്റ പ്രസംഗം കാഴ്ചവെച്ചു, മാച്ചു കൊടുത്തു. അതും സഹാബാക്കൾക്ക് ദഹിച്ചില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബായി എടുത്ത നിലപാട് പിൽക്കാലങ്ങളിൽ 10 വർഷത്തേക്ക് പിന്നെ യുദ്ധമില്ലല്ലോ, പിന്നെ യുദ്ധമില്ല, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് രാജാക്കന്മാർക്ക് കത്തെഴുതാൻ തുടങ്ങി. ബഹ്റൈനിൽ കത്തെഴുതി, ബഹ്റൈനിലേക്ക് കത്തെഴുതുന്നു. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ കത്തെഴുതുന്നു. ആ കത്ത് എത്തുന്ന രാജാക്കന്മാർ റസൂലുള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ മദീനത്ത് വരുന്നു. മക്കക്കാരടുത്ത് വന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട്? ഒന്നും മിണ്ടാൻ പറ്റൂല, കാരണം രേഖപ്പെടുത്തിയിരിക്കാൻ, മിണ്ടരുത്, ഇനി നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവസാനം ഹിജ്റ 7-ാം കൊല്ലം ബൈഅത്തുൽ ഉംറത്തുൽ ഖളാ എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു വിഷയമുണ്ടാകുന്നു, ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കിൻ. ഒരു വലിയ വിഷയമുണ്ടാവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബ, നമുക്ക് തിരിച്ചു പോവാം. നബിയെ, ഞങ്ങൾ വരില്ല, ഞങ്ങൾ കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങളുടെ നാട്ടിന്റെ തൊട്ടടുത്ത് നിന്ന് ആലോചിച്ച് നോക്കി, പനവൂരിറങ്ങാൻ കഴിയാത്ത ഒരാള് കല്ലിയോട് വന്ന് അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പോടാ നിന്റെ ജോലി നോക്കി എന്ന് പറഞ്ഞാൽ, പനവൂരിലെ വീടും വീട്ടിലെ ഭാര്യയും മക്കളും ഉമ്മയും സഹോദരങ്ങളും പഠിച്ച പള്ളിക്കൂടവും ഓതിപ്പടിച്ച മദ്രസയും നമസ്കരിച്ച നമസ്കാര സ്ഥലവും ഉപ്പാപ്പ കിടക്കുന്ന ഖബർസ്ഥാനം കാണാതെ തിരിച്ചു വീണ്ടും ഓളിപ്പോകേണ്ടി വരുന്ന ദുരവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. കല്ലിയോട് നിൽക്കുന്ന നമ്മൾ എന്താ ചെയ്യുക? അത് തന്നെയാ ഹുദൈബിയിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ വരില്ല. അള്ളാന്റെ ഹബീബിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മദീനയിൽ നിന്ന് ഇഹ്റാം കെട്ടി വന്നതാ, നമുക്ക് തഹല്ലുലാകാം. അതെങ്ങനെ തഹല്ലുലാകും നബിയെ ഉംറ ചെയ്യാതെ? എന്നാ ഫിദിയ കൊടുക്ക് മക്കളെ, ഒരാടിനറുത്ത് കൊടുക്ക്. ഉംറയിൽ എന്തെങ്കിലും വിഷയം വന്നാൽ അതല്ലേ പരിഹാരം? ഇല്ല നബിയെ, ഞങ്ങൾ തയ്യാറല്ല. അവസാനം ഒരു പെണ്ണിടപെട്ടു. ആർക്കാ? ഇസ്ലാമിൽ സ്ത്രീത്വത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്ന രാപ്രസംഗം നടത്തുന്ന അധികാരികൾ, കവലപ്രസംഗം നടക്കുന്ന ആളുകൾ, സ്ത്രീപക്ഷപാതികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിലാക്കി അടുക്കളയിൽ തളച്ചിട്ടു എന്ന് പറയുന്ന നാമധാരികളായ ആളുകളുടെ മുമ്പിൽ ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയുന്ന ഹുദൈബിയ സന്ധിയുടെ പ്രോജ്വലമായ ഒരു ദിവസത്തിന്റെ കുരുക്കഴിച്ചു കൊടുത്ത് പ്രശ്നത്തിന് പരിഹാരം തേടുന്നത് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരി, എന്താ പ്രശ്നം? അവർ തഹല്ലുലാകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നബിയെ, ഇപ്പൊ അവരോട് പറഞ്ഞാൽ ഒന്നും അവർക്ക് തിരിയില്ല, വലിയ പ്രശ്നമാണ്. 1499 പേര് എന്തിന് തയ്യാറായി നിൽക്കാൻ? അവരുടെ വികാരം കൂടി അങ്ങ് മനസ്സിലാക്കണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഉമ്മു സലമ പറ. ഉമ്മു സലമ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യൂലേ? അതെ. നിങ്ങൾ പോയി അങ്ങ് മൊട്ടയടിക്ക്, വിഷയം തീർന്നില്ലേ? നിങ്ങൾ പോയി തലമുണ്ടനം ചെയ്യ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പോയി 1499 പേര് നോക്കി നിൽക്കുമ്പോൾ തവാഫ് ചെയ്യാതെ, സഈ ചെയ്യാതെ, മർവയിലെത്താതെ, സഫയിലെത്താതെ, മുൽതസം കാണാതെ, പരിശുദ്ധ മീസാബിന്റെ ചുവട്ടിൽ റുക്നുൽ യമാനിൽ, റുക്നുൽ ഹറമിൽ, റുക്നുൽ ഇറാഖിൽ, റുക്നുൽ ഷാമിലെത്താതെ, പരിശുദ്ധ കഅബാലയത്തെ കാണാതെ ഒരു ഉംറ നിർവഹിച്ചവനെ പോലെ റസൂലുള്ള തലമുണ്ടനം അങ്ങ് ചെയ്യുകയാ. 1499 പേര് തലവടിക്കുകയാ. അനുസരണയോടെ മുസ്തിഈന സാമിഈ എല്ലാവരും ഇതാ മദീനയിലേക്ക് പോവുകയാ. മനസ്സ് നീറുന്ന വേദനയോടെ പോകുന്നവരാ. ഇത് താൽക്കാലികമായി അവർക്ക് ക്ഷീണമുണ്ടാക്കിയെങ്കിൽ പോലും സഹോദരങ്ങളെ, ഒരൽപ്പം പിന്നോട്ട് മാറുന്നത് വിജയത്തിൽ പരാജയമാണെന്ന് കരുതി പോകരുത്. കാരണം എന്തെന്നറിയോ? ഏറ്റവും നല്ല വിജയത്തിന് സമ്മാനം കൊടുക്കുന്ന പല മത്സരങ്ങളും പനവൂരിന്റെ ഹൃദയഭാഗത്ത് നടന്നിട്ടുണ്ട്. എല്ലാം മുന്നോട്ട് വെക്കുന്ന കാലിനെല്ലാം ഒന്നാം സമ്മാനം കിട്ടുക. ചില കാലുകൾ പിന്നോട്ട് വെച്ചാലും അതിന് ഒന്നാം സമ്മാനമാണ് വടംവലി പോലെ.
വടംവലിക്ക് മുന്നോട്ട് വെച്ചാൽ തോറ്റല്ലേ പോവുക, വടംവലിക്ക് പിന്നോട്ട് കാല് വെക്കുമ്പോഴല്ലേ ഫസ്റ്റ് കിട്ടുക. അതുപോലെ ചില ആളുകൾക്ക് ചില ഘട്ടങ്ങളിൽ നമ്മൾ പിന്നോട്ട് മാറുമ്പോഴാണ് വിജയശ്രീലാളിതരാകുന്നത്. ചിലരോ ക്ഷമിക്കും നീ ധരിക്കും മൂടനാ, വില്ലിന്റെ പിറകോട്ടുള്ള നീക്കം എന്തിനാ. പനപൂരിന് മറക്കാൻ കഴിയാത്ത നാമമേ തഴവാ, നവ്വറല്ലാഹു മർഖദാ. പറഞ്ഞതെന്താണ്? ചിലരോ ക്ഷമിക്കും നീ ധരിക്കും മൂഢനാ, വില്ലിന്റെ പിറകോട്ടുള്ള നീക്കം എന്തിനാ. വില്ല് കൊലക്കുമ്പോൾ പിറകോട്ടല്ലേ വലിക്കുക. ആളുകൾ കരുതും എന്തിനാ പിന്നോട്ട് പോകുന്നത്. എപ്പറ പിന്നോട്ട് അതിന്റെ വില്ലിനെ വലിക്കുമോ അസ്ത്രം അത്രയും വേഗത്തിലല്ലേ മുന്നോട്ട് കുതിക്കുക. അള്ളാന്റെ ഹബീബിനു സംഭവിച്ചത് തന്നെയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ മക്കം ഫത്ഹ് വന്നു, ഖൈബർ ഫത്ഹായി. അള്ളാഹുവിന്റെ ഖുർആന്റെ വാക്ക് നിങ്ങൾ നോക്ക്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ യുബായിഊനക തഹ്ത അശ്ശജറ. വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സഹാബാക്കളാകുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാ. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിന്റെ ചലനങ്ങളെ ഗതിവിഗതികൾ അല്ലാഹുക്കറിയാം. ഫഅൻസല സകീനത അലൈഹി. അതുകൊണ്ട് തന്നെ അല്ലാഹു അവരെ സമാധാനം കൊണ്ട് പൊതിഞ്ഞു. വഅസാബഹും ഫത്ഹൻ ഖരീബാ. അവർക്ക് എത്രയും വേഗത്തിൽ ഒരു സുന്ദരമായ വിജയം അവർക്ക് അല്ലാഹു കൊടുക്കുകയും ചെയ്തു. അനുസരണയുള്ളവരായപ്പോ അല്ലാഹു ഖരീബായ വിജയം. അപ്പൊ അള്ളാന്റെ വിജയം എവിടെ വരുന്നത്? ഖരീബാണ്. മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനിയും എണ്ണി പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് സമയം ഒത്തിരി കടന്നു പോകും. 2 മണിക്കൂർ ആകുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ഉസ്താദുമാർ, നാളെ ബഹുമാനപ്പെട്ട ഉസ്താദ് ബാക്കവിയുടെ പ്രസംഗമുണ്ട്. നമ്മുടെ ഷമീം ഉസ്താദ് നല്ല വാക് സാമർത്ഥ്യവും വാക് ചാതുര്യമുള്ള പണ്ഡിതൻ, അതുപോലെ തന്നെ മുദരിസ് ബഹുമാനായ ഉസ്താദ്, അതുപോലെ നജീം ബാക്കവി ഉസ്താദ്. ഇരിക്കുന്നവരും ഇരുന്നവരും എല്ലാവരും അൽഹംദുലില്ലാഹ് പ്രഗത്ഭര് തന്നെയാണ്. ആദരണീയരായ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ പാദസ്പർശനം കൊണ്ട് ധന്യമായ മണ്ണാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിവിൽ നമ്മൾ എല്ലാവരും അൽഹംദുലില്ലാഹ് ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു പുതിയ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു പുതിയ സംരംഭം നമ്മുടെയൊക്കെ ജീവിതത്തിലെ അഭിമാന നിമിഷങ്ങൾ ജീവിതത്തിന്റെ നാളുകളിൽ കടന്നു വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകട്ടെ. ഹൃദയം കൊണ്ട് അടുക്കാനും ശരീരം കൊണ്ട് അടുക്കാനും മനസ്സുകൊണ്ട് അടുക്കാനും സമ്പത്ത് കൊണ്ട് അടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാര്യം ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദുആ രക്കുന്നവന് അല്ലാഹു ഉത്തരവുമായിട്ട് ഖരീബാണ്. പീഡിപ്പിക്കപ്പെടുന്നവൻ അല്ലാഹു നസ്ർ സഹായവുമായിട്ട് ഖരീബാണ്. അതുപോലെ അനുസരണയുള്ളവന്റെ മുമ്പിൽ അല്ലാഹു വിജയവുമായിട്ട് ഖരീബാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അല്ലാഹുവിനെ പണിയാൻ നിന്നാൽ ഇന്നഹും യക്കീദൂന, അവർ പണിയും വാക്കീദു കൈത, ഞാനും പണി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അത് പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാഹു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. وَيَا قَوْمِ هَذِهِ نَاقَةُ اللَّهِ لَكُمْ آيَةٌ فَذَرُوهَا تَأْكُلْ فِي أَرْضِ اللَّهِ وَلَا تَمَسُّوهَا بِسُوءٍ فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ. അല്ലാഹുവിന്റെ വാക്കിൽ ഒരക്ഷരം പോലും വ്യത്യാസമില്ല. ഇതാരെ പറ്റിയാണ് പറഞ്ഞതെന്നറിയോ? സഹോദരങ്ങളെ, കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിന് എതിരെ നീന്തേണ്ട നമ്മൾ അതിനോടൊത്തു നമ്മൾ നീന്തിപ്പോയാൽ വടക്കൻ ജില്ലകളിലുള്ള ഒരു വലിയ തോന്നിയാസം തെക്കൻ ജില്ലകളിൽ അല്ലാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഇല്ല. ഇത് ലൈവായിട്ട് കേരളത്തിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും കാണുന്നുണ്ട്. എല്ലാ ജില്ലക്കാരും കാണുന്നുണ്ട്. നാളെ
ആദ്യം ഞാൻ പോകേണ്ട കാസർഗോഡ് ജില്ലയുടെ ചെറുക്കളയിലാണ്. അവിടുത്തെ കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാസർഗോഡ് ജില്ല മുതൽ ഏകദേശം മലയാളത്തിന്റെ മലർവാടിയിലെ ഏറ്റവും മഹിതമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം കുറിച്ച മലബാറിന്റെ മണ്ണിലൊക്കെ തുടക്കം കുറിച്ചുപോയ ചില കോമാളിത്തരങ്ങളുണ്ട്. വിവാഹത്തിന്റെ പേരിൽ, സൽക്കാരത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങള്. മഞ്ഞ കല്യാണം എന്ന പേരിൽ തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ നിന്ന് കിട്ടുന്ന കാർഡ് മഞ്ഞ കാർഡാടോ, ഊളംപാറയെന്ന് കിട്ടുന്ന മഞ്ഞ കാർഡാ. കുതിരവട്ടത്തെ കോഴിക്കോട് കുതിരവട്ടത്ത് കിട്ടുന്നതും മഞ്ഞ കാർഡാ. ഇതിനല്ലേ മഞ്ഞ കല്യാണം എന്ന് പറയുന്നത്? ആരുടെ സംസ്കാരമാണോ? ആരാ നിന്നെ ഇത് പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സംസ്കാരമാണോ? അബൂബക്കർ സിദ്ദീഖിന്റെ സംസ്കാരമാണോ? ഉമറുൽ ഫാറൂഖിന്റെ സംസ്കാരമാണോ? നമ്മുടെ നാട്ടിലൊന്നും അത് എത്തിയിട്ടില്ല എന്നാ കരുതുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കല്യാണത്തിന്റെ അന്ന് ഉസ്താദിന്റെ വക അൽ ഫാത്തിഹ, തലേ ദിവസം മോദിന്റെ വക ഒരു കോഴിയെറുപ്പ്, അതിന്റെ തലേ ദിവസം നടക്കുന്നത് എന്താണ്? മഞ്ഞ കല്യാണം. അരുത് മുസ്ലിമേ, അരുത് മുസ്ലിമേ. ഇതൊരു സംസ്കാരമാണ്, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ്. ആ കാണുന്ന മദ്രസ കെട്ടിടം ഏകദേശം 180 കൊല്ലത്തെ പഴക്കമുണ്ട്. ഒരു നൂറ്റാണ്ടിൽ 1.5 നൂറ്റാണ്ടും പിന്നെ 3 പതിറ്റാണ്ടും പഴക്കമുള്ളതാ. നമ്മുടെ നാട് പാരമ്പര്യം അവകാശപ്പെടുന്ന നാടാ. കൊച്ചു പൊന്നാനിയല്ല പ്രിയപ്പെട്ടവരെ, ഒറിജിനൽ പൊന്നാനി തന്നെയാ. മതപരമായി ഇവിടം കേരളത്തിന്റെ പല മേഖലകളിലും ഏറ്റവും വലിയ ഖ്യാതി നേടിയ പ്രിയപ്പെട്ട മഹാരഥന്മാര്, അവരെല്ലാവരും ഇന്ന് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധകരാകുമ്പോ അവർക്ക് വെള്ളം കൊടുത്ത മണ്ണാണ് പനവൂര്, അവർക്ക് വളമിട്ട മണ്ണാണ് പനവൂര്. KM അബ്ദുൽ കരീം ഉസ്താദിന്റെ മണ്ണ് പനവൂര്, NM ഉസ്താദിന്റെ മണ്ണ് പനവൂര്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹത്വക്കളായ പൂർവ്വസൂരികളുടെ മണ്ണാണ് പനവൂര്. പനവൂരിന്റെ മണ്ണ് ഏതൊരു മണ്ണെടുത്തു മണത്താലും പരിശുദ്ധ ദീനിന്റെ പരിമളം കാണുമെങ്കിൽ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഏതെങ്കിലും ഒരു മണ്ണിനതിന് അവകാശപ്പെടാൻ കഴിയോ? വല്ലാഹി അത് പനവൂർ തന്നെയാണ്. കാരണം ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന തൊടിയൂർ ഉസ്താദ് പോലും ഇവിടുത്തെ മണ്ണാ, ഈ മണ്ണിന്റെ സന്തതിയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാ, ഇത് മതപരമായ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന മണ്ണാണ്. ഇന്ന് നല്ല കെൽപ്പുള്ള ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പരിപാലന സമിതി, മുൻഗാമികളും മോശമല്ല. പാമ്പാടി സാറിൻ്റെതായാലും അതുപോലെ തന്നെ അബ്ദുസലാം സാറിൻ്റെതായാലും ഇതിന്റെ മുൻപുണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ട പരിപാലന സമിതിയും നല്ലവർ തന്നെയാ. ഹസൻ സാഹിബിൻ്റെതായാലും എല്ലാ പരിപാലന സമിതിയും അവർ ദീനിയായ രീതിയിൽ തന്നെയാ നയിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, കല്യാണ പേക്കൂത്തുകൾക്കെതിരെ രംഗത്ത് വരാൻ ഷമീമമാനിക്ക് കഴിയൂല. കാരണം ഒരു ഷമീമമാനി പോയാൽ 1000 ഷമീമമാനിമാര് പള്ളിയിൽ വരും. ആകെ കഴിയുന്നത് ആർക്കെന്നറിയോ? പരിപാലന സമിതിക്ക് മാത്രമാണ്. മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കല്യാണത്തിന് കാട്ടിക്കൂട്ടിയാൽ ഇല്ലടാ നിനക്കിവിടം NOC കിട്ടൂല എന്ന് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പനവൂരിന്റെ ആത്മീയ കലാലയത്തിന്റെ ഹെഡ് ഓഫീസായ ഈ കമ്മിറ്റി ഓഫീസിൽ വെച്ചൊരു തീരുമാനമെടുത്താൽ അത് വൈറ്റ് ഹൗസിന്റെ ജോ ബൈഡന്റെ റിപ്പോർട്ടിനേക്കാൾ ഭീകരമാണത്. കാരണം ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാതെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന്, ചെക്കന്റെ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടൂല, അവന്റെ വിവാഹം നടക്കില്ല. പ്രിയപ്പെട്ടവരെ, മതപരമായ വിഷയത്തിൽ നമ്മൾ അല്പം കൂടി ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോ നമ്മൾ മോശക്കാരാണെന്നതല്ല, 4 ഭാഗത്തും ഇതിലുള്ള വിശുദ്ധമായ ദീനീയ വിരുദ്ധത പ്രകടിപ്പിക്കുമ്പോ നമ്മൾ കുത്തൊഴുക്കിൽ പെട്ടുപോകാതെ, നിങ്ങൾ കണ്ടിട്ടില്ലേ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ ടെൻകണക്കിന് ഭാരമുള്ള ആന ഒഴുകി വരികയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന ഒഴുകി വരുന്നു. ആ സമയത്ത് ആനയ്ക്ക് ജീവനില്ലാത്തതാണ്. കാരണം അപ്പോഴാണ് എതിരെ മലവെള്ളപ്പാച്ചിലും കളകളാരവം മുഴക്കുന്ന അരുവികളിൽ 1/2 ഗ്രാം പോലും ഇല്ലാത്ത ചെറിയ പരൽ മത്സ്യങ്ങൾ എതിരെ നീന്തുകയാണ്. കാരണം അതിന് ജീവനുണ്ട്. നമ്മുടെ ജീവൻ ഇസ്ലാമാണ്, നമ്മുടെ ജീവൻ ഖുർആനാണ്, നമ്മുടെ ജീവൻ സുന്നത്തെ ഹബീബേ മുഹബ്ബിറേ സാദിഖേ നബിയുൽ മുത്തഖീ നബിയു സഖലൈനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് സുന്നത്തിൽ അധിഷ്ഠിതമാകണം, നമ്മുടെ നാട് സുന്നത്ത് കൊണ്ട് ഹയാത്താകണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അതല്ലാതെ ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ആക്ഷേപിച്ചാൽ, ഈ തൊപ്പിയും ഈ ഷാളും ഇസ്ലാമിന്റെ ഷിആറാണ്. ഇതുകൊണ്ട് ഞാൻ സൂക്ഷിക്കേണ്ട പല
പലതുമുണ്ട്. ഇത് ഞാൻ സൂക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി പോയാൽ അബ്ദുൽ അസീസിന്റെ മകൻ നവാസിന് വരുന്ന കളങ്കമല്ല, അത് ദീനിന്റെ വക്താക്കൾക്ക് പ്രബോധകന്മാർക്ക് വരുന്ന ഒരു കളങ്കമാണ്. കാരണം ഒരു പർദ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയാ, നിസ്കാരത്തഴമ്പ് ഇസ്ലാമിന്റെ ചിഹ്നമാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിഹ്നങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അതിന്റെ ഏറ്റവും വലിയ തെളിവേതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സാലിഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പറഞ്ഞു, സാലിഹേ, നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ ചെയ്യണമെന്താ? നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാ. ഒരു വലിയ പാറ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പാറയിൽ നിന്ന് ഗർഭിണിയായ ഒരു ഒട്ടകം പുറത്തു വരട്ടെ. വെറും ഒട്ടകമല്ല, ഒരു ഗർഭിണിയായ ഒട്ടകം പുറത്തു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് സാലിഹ് നബി ദുആ രക്കുകയാ, അള്ളാഹുവേ, ഇവിടെ നാണം കെടുന്നത് ഞാൻ മാത്രമല്ല, നിന്റെ ദീനാണ് റബ്ബേ, നീ അതിന് ഭാഗ്യം തരണേ അല്ലാ. സാലിഹ് നബി ദുആ ചെയ്തപ്പോ പാറയിൽ നിന്ന് പേറ്റുനോവിന്റെ ഞരക്കം വന്നു. ലേബർ റൂമിനകത്ത് പേറ്റുനോവിന്റെ വേദനയിൽ പുളയുന്ന പെണ്ണിന്റെ ഞരക്കമുണ്ടല്ലോ, ആ ഞരക്കം എന്നാണ് തഫ്സീറിൽ കാണുന്നത്. പാറയിൽ നിന്ന് പേറ്റുനോവിന്റെ ഞരക്കം വരുന്നു. ഉടനെ പാറ പിളരുന്നു, ഗർഭിണിയായ ഒട്ടകം പ്രസവിക്കപ്പെടുന്നു. അള്ള പറഞ്ഞു, തൊട്ടുപോകരുത്, അതിന് വെള്ളം കുടിക്കണം. ജലാശയം ചൂണ്ടിക്കാണിച്ചിട്ട് അള്ള പറഞ്ഞു, ഇന്ന് ഈ ഒട്ടകം വെള്ളം കുടിക്കും, അന്ന് വേറെ ആരും വെള്ളം കൊടുക്കരുത്, വേറെ ആരുടെയും ഒട്ടകം വെള്ളം കുടിക്കരുത്. എന്റെ ഒട്ടകത്തിന് ഒന്നിടവിട്ട് വെള്ളം മതി, നാളെ നിങ്ങൾ കുടിപ്പിച്ചോ. ഒട്ടകത്തിന് എപ്പോഴും ആടിനെ പോലെ തീറ്റയും വെള്ളവും വേണ്ടല്ലോ. അത് ശേഖരിച്ചു വെക്കാൻ അതിന് പ്രത്യേകമായ ഗോഡൌൺ സംവിധാനമുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാകുന്ന ഒട്ടകത്തെ ഒരു ദിവസം ഗുദ്ദാർ എന്ന പേരുള്ള ഒരുത്തന് കള്ളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ജലാശയത്തിലെത്തിയപ്പോ വെള്ളമില്ല. ദേഷ്യം വന്നു, കുടിയനാണല്ലോ, ദേഷ്യം വന്നു. എവിടെ വെള്ളം? സാലിഹിന്റെ ഒട്ടകം അത്രയും മോന്തി കുടിച്ചു, ദേഷ്യമടക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഗുദ്ദാർ ഒളിച്ചിരുന്നിട്ട് സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തു കൊല്ലുകയാണ്, എറിഞ്ഞു കൊല്ലുകയാണ്. ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? കൊന്നത് ഒറ്റ ഒരുത്തൻ, കൊലയാളി ഒരുത്തനാണ് ഗുദ്ദാർ. പക്ഷെ അല്ല പറഞ്ഞതെന്താ? കദ്ദബത് സമൂദ് ബിതഗ്വാഹാ ഇദിൻ ബഅസ അഷ്ഖാഹാ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖതല്ലാഹി വസുഖിയാഹാ ഫകദ്ദബൂഹു ഫഅഖറൂഹാ. അല്ല പറഞ്ഞ വാക്കെന്താ? ബഹുവചനം. അല്ല പറഞ്ഞത് ബഹുവചനം. എന്താ പറയേണ്ടത്? അങ്ങനെയാ ഖുർആൻ പറയേണ്ടത്. കാരണം ഒറ്റ ഒരുത്തനാ കൊന്നത്. പക്ഷെ അല്ല പറഞ്ഞ എന്താ? അവരെല്ലാവരും കൂടി കളവാക്കി, അവരെല്ലാവരും കൂടിയാണ് കൊന്നുകളഞ്ഞത്. എന്താ കാരണം? ഗുദ്ദാർ കൊല്ലാൻ പോയപ്പോ കണ്ടിരുന്ന കാക്കാമാരും മിണ്ടിയില്ല. അതാണ് പ്രശ്നം. ഒരുത്തരൊരു തെറ്റ് ചെയ്യുമ്പോ അരുതട എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്നത് പിടിച്ചു വാങ്ങാൻ കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തൻ അവിടെ ഇല്ലാതായി പോയി. അല്ല ഒരുത്തൻ ചെയ്ത തെറ്റ് ടോട്ടലായി സാമൂഹ്യവൽക്കരിച്ച് അല്ല പറഞ്ഞു, എല്ലാവരും കൂടെ അതിന്റെ ശിക്ഷ. അല്ല പറഞ്ഞ വാക്ക് എങ്ങനെയാ? ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വയാ ഖൗമി, എന്റെ ജനതയെ, ഹാദിഹി നാഖത്തുല്ലാഹി ലകുമായ, ഇത് നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തമാണ് റബ്ബിന്റെ ഒട്ടകം. ഫദറൂഹാ, വിട്ടേക്ക് തഅക്കുലു ഫീ അർളില്ലാ, അത് അല്ലാഹുവിന്റെ ഭൂമിയിൽ തിന്ന് നടക്കട്ടെ. വലാ തമസൂഹാ ബിസൂഇൻ, നിങ്ങൾ അതിനെ കൊല്ലരുത്, നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിച്ചാലോ അല്ലാഹുവിന്റെ ഫത്ഹ് കരീബാണ്, സഹായം വിജയം അടുത്താണ്. അള്ളാന്റെ നസ്ർ ഖരീബാണ്, സഹായം അടുത്താണ്. അള്ളാഹുവിന്റെ സാമീപ്യം അടുത്താണ്, ഖരീബാണ്. അതേ അല്ല തന്നെ പറയുന്നു, ഫയഖുദകും അദാബുൻ ഖരീബ്, എന്നോട് കളിക്കല്ലേടാ, കളിച്ചാൽ എന്റെ ശിക്ഷയും ഖരീബാണ്, എന്റെ ശിക്ഷയും ഖരീബാ.
എന്റെ ഫതഹും നസ്റും മാത്രമല്ല, എന്റെ ഇഖാബും ഖരീബാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരാകണം. നമ്മൾ ഡ്യൂട്ടി നിർവഹിക്കുന്നവരാകരുത്. ഡ്യൂട്ടി വേറെ, റെസ്പോൺസിബിലിറ്റി വേറെ. ഇത് രണ്ടായി നമ്മൾ കാണണം. നടന്നു പോകുന്ന പാതയോരത്തൊരുത്തൻ കുഴി കുത്തുന്നു, വേറൊരുത്തൻ പുറകിലൂടെ കുഴി മൂടുന്നു. അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഒന്നാമൻ കുഴി കുത്തുന്നു, രണ്ടാമൻ കുഴി മൂടുന്നു. മൂന്നാമതൊരു സ്ഥലത്ത് പോയിട്ട് ഒന്നാമൻ കുഴി കുത്തുന്നു, രണ്ടാമൻ കുഴി മൂടുന്നു. ഈ നടന്നു പോയൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിക്കുകയാണ്. എന്താ ഡ്യൂട്ടി? ഇത് ഞാൻ ഒന്നാമൻ, എന്റെ ഡ്യൂട്ടി കുഴി കുത്തല. ഇനി രണ്ടാമനോ, അവൻ വന്നില്ല, അവന്റെ ഡ്യൂട്ടി എന്താ? തൈ വെക്കലായിരുന്നു, ഇന്ന് അവന് ലീവാണ്. മൂന്നാമനോ യവനാണ്, അവന്റെ ഡ്യൂട്ടി എന്താ? മണ്ണ് മൂടലാണ്. അപ്പൊ സാധാരണ നടക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഒരാൾ കുഴി കുത്തുക, വേറൊരാൾ തൈ വെക്കുക, മൂന്നാമൻ മണ്ണിട്ട് മൂടുക. ഇന്ന് രണ്ടാമനായ തൈ വെക്കുന്നവന് ലീവായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാണ്. ഈ നിലയിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് ഡ്യൂട്ടി നിർവഹിക്കലാകരുത്, അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കാട്ടിക്കൂട്ടലാകരുത്. അതിന് ആത്മാർത്ഥത ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.